നമ്മൾ രാവിലെ നമ്മുടെ ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദിവസം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് മാറും. ഹായ്, എൻ്റെ പേര് പ്രണവ് ജിപ്പൈ. ഞാൻ IIC ലക്ഷ്യയിൽ CA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റാണ്. മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറുപ്പം തൊട്ടേ വീട്ടിൽ അച്ഛനായാലും അമ്മയ്ക്കായാലും മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അച്ഛന് മ്യൂസിക്കിനോടുള്ള കൂടുതൽ താല്പര്യം കൊണ്ട് തന്നെയാണ് എനിക്ക് മ്യൂസിക് പഠിക്കാനായിട്ട് തുടങ്ങിയത്. ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് തൊട്ട് മ്യൂസിക് പഠിക്കാൻ തുടങ്ങി. ആദ്യം വോക്കലാണ് പഠിച്ചത്, കർണാട്ടിക് മ്യൂസിക്. നാട്ടിൽ തന്നെ ഒരു ഗുരുവിൻ്റെ അടുത്താണ് പഠിച്ചത്. അങ്ങനെ അത് പഠിച്ച് വളർന്നപ്പോൾ അതിനോടുള്ള താല്പര്യം കൂടി. കൊമേഴ്സ് എന്നുള്ള കാര്യം 10ാം ക്ലാസ്സിന് മുമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. 10ാം ക്ലാസ് വരെയും നമ്മൾ സയൻസാണ് പഠിക്കുക. എല്ലാ പിള്ളേരും സയൻസ് ഒരു മെയിൻ സബ്ജക്റ്റാണ്. അത് പഠിച്ചില്ലെങ്കിൽ പാസ്സാകാൻ പറ്റില്ല. അപ്പോൾ സയൻസിനോടുള്ള നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് +1 നമുക്ക് സെലക്ട് ചെയ്യണം ഏത് റൂട്ടിലാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ കൊമേഴ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ കൊമേഴ്സിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതും സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അതിനോട് താല്പര്യം കൊണ്ടാണ് +1 കൊമേഴ്സ് ചൂസ് ചെയ്തത്. പിന്നെ കൊമേഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം CAയുടെ അറിവ് വന്നു. അതുപോലെ CA CMA പല പ്രൊഫഷണൽ കോഴ്സുകളുണ്ടെന്ന് മനസ്സിലായി. അതിൽ CA എന്നുള്ളതിന് കൂടുതൽ താല്പര്യം തോന്നിയതുകൊണ്ട് ഇപ്പോൾ CAയിലോട്ട് വന്നു. ഇപ്പോൾ CA ചൂസ് ചെയ്തു, CA പഠിക്കുക എന്നുള്ള തീരുമാനത്തിലോട്ട് വന്നു. പിന്നെ നമുക്ക് വരുന്നൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പഠിക്കണം? ഒരു പുതിയ കാര്യമാണ്, നമുക്കറിയില്ല, എങ്ങനെ പഠിക്കാമെന്നറിയില്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു റിസർച്ച് നടത്തി. അങ്ങനെ മനസ്സിലായിടത്തോളം ഇപ്പോൾ അച്ഛൻ നടത്തിയ അച്ഛൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടും എല്ലാം മനസ്സിലായി. അതിൽ നിന്നെല്ലാം ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം വന്നത് ലക്ഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടാണ്. അങ്ങനെയാണ് ലക്ഷ്യയിലോട്ട് വന്നത്. പിന്നെ എൻ്റെ ഒരു കസിനും ലക്ഷ്യയിലോട്ട് പഠിച്ചിരുന്നു. ആൾ ഇൻ്റർമീഡിയറ്റ് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. അപ്പോൾ ആളുടെ ചോദിച്ചപ്പോഴും ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചും ക്ലാസ്സസിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്യ ചൂസ് ചെയ്തത്. അപ്പോൾ ലക്ഷ്യയുടെ ഫൗണ്ടേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ബ്രാഞ്ചിലാണ് ചേർന്നത്. തൃശ്ശൂർ ബ്രാഞ്ച് ചേർന്നപ്പോഴായാലും അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസും അവിടുത്തെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും അതേപോലെ കോർഡിനേറ്റേഴ്സിൻ്റെ സപ്പോർട്ടും എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു പഠിക്കാൻ. അപ്പോൾ നമ്മളവിടെ പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ നമുക്ക് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. എക്സാംസ് എത്രത്തോളം ടഫായിരിക്കും, പുതിയ ടൈപ്പുള്ള എക്സാംസ് MCQs ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെ എഴുതണമെന്ന് അറിയില്ല. അപ്പോൾ അതെല്ലാം എങ്ങനെ എഴുതണമെന്നും അതിന് ടിപ്സ് തന്നതും പ്രാക്ടീസ് സെഷൻസ് തന്നതും ഡൗട്ട്സ് ക്ലിയറൻസ് സെഷൻസ് തന്നതും എല്ലാ ലക്ഷ്യയിലത്തെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ പരമാവധി എഫേർട്ട് ഇട്ടു. പിന്നെ സ്റ്റഡി ലീവായി. അപ്പോൾ സ്റ്റഡി ലീവിൽ പഠിക്കാൻ തുടങ്ങി. 1 മാസം സ്റ്റഡി ലീവ് ഇട്ടിരുന്നു. സ്റ്റഡി ലീവിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. ഫൗണ്ടേഷൻ നമുക്ക് ഒരു ആദ്യ പടിയാണ് CAയിലോട്ടുള്ളത്. അപ്പോൾ ഫൗണ്ടേഷൻ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഫസ്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ പഠിപ്പ് മാത്രമാണെങ്കിൽ ഡ്രൈ ആവും. അപ്പോൾ വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പഠിപ്പിൽ മാത്രം ഫോക്കസ് ചെയ്തെന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ലക്ഷ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പഠിപ്പ് ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള പാട്ടാണെങ്കിലും ആർട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാത്തരം അവരെ പറ്റണ പോലെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിപ്പ് വിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഓണം വരുമ്പോൾ അതേപോലെ ക്രിസ്മസ് വരുമ്പോൾ പരിപാടികളുണ്ടാവും, ലക്ഷ്യോത്സവം നടത്താറുണ്ട്. അതേപോലെ ക്ലാസ്സസിലാണെങ്കിലും ഫാക്കൽറ്റീസ് പരമാവധി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് പഠിക്കുമ്പോൾ പഠിപ്പിനോടുള്ളൊരു മടുപ്പ് വരും കുറേ നേരം നമ്മൾ പഠിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റാണ്, എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടാലൻറ്റ്സ് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ മൊറയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലക്ഷ്യ ടാലൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ടാലൻസ് ഓഫ് ലക്ഷ്യ നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ടും ലക്ഷ്യയുടെ കണ്ടക്ട് ചെയ്യുന്ന ഇവൻറ്റ്സിലൊക്കെ സ്റ്റുഡൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ആങ്കറിങ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിനെ വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ പാട്ട് പാടാൻ വിളിക്കാറുണ്ട്.
പല പെർഫോമൻസിനും വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാം നോക്കുകയാണെങ്കിലും ലക്ഷ്യ ടാലൻസിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് സ്റ്റുഡൻസിന്.